ഹലോ മൈ ഡിയർ NIOS വിദ്യാർത്ഥികളെ, നിങ്ങളെ ഒരിക്കൽ കൂടി PVM ഗ്ലോബലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് NIOS +2 പഠിക്കാനുള്ള ഏഴാമത്തെ പാഠമാണ്. ഏഴാമത്തെ പാഠം നിങ്ങൾക്കറിയാം, ഈ ബൈഫർക്കേഷൻ വരുത്തിയതിന് ശേഷം ഇംഗ്ലീഷിൽ ചില ക്രമീകരണങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് പരീക്ഷയെ സംബന്ധിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്തുള്ള കുറച്ച് ഭാഗങ്ങളും, പിന്നെ TMA അസൈൻമെന്റ് ബേസ് ചെയ്തുള്ള പാഠങ്ങളാണ്. അപ്പോൾ TMA ബേസ് ചെയ്തിട്ടുള്ള പാഠങ്ങളിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കില്ല. പകരം നമുക്ക് ഈ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള പാഠങ്ങളിൽ നിന്നാണ് കാര്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ പാഠങ്ങൾ എടുക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. കാരണം എന്താ വെച്ചാൽ, ഈ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്കുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 1 മാർക്കിൻ്റെ, 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്ക്, 5 മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏഴാമത്തെ ഇംഗ്ലീഷ് പാഠം എന്ന് പറയുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു പാഠമാണ്. സാധാരണ ഇത് കുട്ടികൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ റീഡിംഗ് പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്കും സ്വയമേവ വായിച്ച് പഠിക്കുന്നതാണെങ്കിലും ഈ ഏഴാമത്തെ റീഡിംഗ് പാസേജ് കുറച്ച് ഒരു ടഫായിട്ടുള്ളത് കൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഓക്കെ, നിങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ അർത്ഥം അറിയാത്തവരത് എഴുതിയെടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ വീഡിയോ ക്ലാസ്സുകളും സശ്രദ്ധം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി NIOS +2 പാസ്സാകാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നോക്കാം, നമുക്ക് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ഏഴാമത്തെ പാഠം നോക്കും. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ്. അതായത് ഈ പാസേജ് വായിച്ചു നോക്കി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇതൊരു ലെസൺ ആയിട്ടല്ല. അപ്പോൾ നോക്കും, ഇത് നിങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ലെസണിൽ പരാമർശിക്കുന്നുണ്ട്. നോക്കൂ. Before examination, many students are under strenuous stress. അല്ലേ, പരീക്ഷാ പനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പരീക്ഷയുടെ മുമ്പേ, ബിഫോർ എക്സാമിനേഷൻ, മെനി സ്റ്റുഡൻസ്, അധികം വിദ്യാർത്ഥികൾക്കും, ആർ അണ്ടർ സ്ട്രീനിയസ്, അതികഠിനമായ സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. മാനസികമായ പിരിമുറുക്കം എന്നല്ലേ, സ്ട്രെസ്, ഭയങ്കര എന്താ പറയുക, ടെൻഷൻ, കൺഫ്യൂഷൻ ഇൻ യുവർ മൈൻഡ്. പല വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നമാണത്. പരീക്ഷ ഘടിപ്പിക്കുമ്പോൾ ഒരു സ്ട്രെസ് കൂടുക. പക്ഷെ കുട്ടികളെ, നിങ്ങൾ പരീക്ഷയെ പേടിക്കൊന്നും വേണ്ട. ടേക്ക് എക്സാം ആസ് എ ഫെസ്റ്റിവൽ എന്ന് ഞാൻ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ പരീക്ഷ എന്നുള്ളത് ഒരു ഉത്സവമായിട്ട് എടുക്കുക. നമ്മൾ പിന്നെ ഓണാഘോഷം, മറ്റ് സ്പെഷ്യൽ ഡേയ്സിനെ പോലെ നമുക്ക് ഒരു കൊല്ലം പഠിച്ച് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ച് തീർന്നതിലെ കാര്യങ്ങൾ വളരെയധികം സന്തോഷത്തോടെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഉത്സവമായിട്ട് പരീക്ഷ എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ്. ഇത് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഹൂ ആർ സ്ട്രെസ്, ഞെരിവിരുക്കമുള്ളത്. സ്ട്രെസ് ആവുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ? അല്ല. ഒരു വീട്ടിലൊരു കുട്ടി പഠിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ ആർക്കൊക്കെയാണ് സ്ട്രെസ്? ടീച്ചേഴ്സ്മാർക്ക് ഉണ്ടാവും. പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് കുട്ടിക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയുള്ള ടെൻഷൻ ഉണ്ട്. പാരൻസ്, രക്ഷിതാക്കളുടെ കാര്യം പിന്നെ പറയും വേണ്ട. പാരൻസ് എന്നാൽ രക്ഷിതാക്കളല്ലേ, അച്ഛനും അമ്മയും ചിലപ്പോൾ കുട്ടിയേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടാവും കുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അവരും അഭിമുഖീകരിക്കുന്നു ദ സെയിം സിറ്റുവേഷൻ, അതേ സാഹചര്യം, ദ സെയിം സിറ്റുവേഷൻ ആസ് ദാറ്റ് ഓഫ് എ സ്റ്റുഡന്റ്. ഒരു വിദ്യാർത്ഥി ഏതൊക്കെ സ്ട്രെസ്സിലാണോ, ടെൻഷനിലാണോ, അതേ ടെൻഷൻ ടീച്ചേഴ്സുകളും അതുപോലെ രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ റീഡിംഗ് പാസേജ് കൊണ്ട് ഒരു ചെറിയ കൊച്ചു പേര, അടുത്ത രണ്ടാമത്തെ പേര. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വൈ ഡു, എന്തുകൊണ്ടാണ് ദ പീപ്പിൾ, ജനങ്ങൾ ഗെറ്റ് സ്ട്രെസ്ഡ്? നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നത്? അതാണ് ചോദ്യം. വൈ ഡു, എന്തുകൊണ്ടാണ്? അഡോൾസൻസ്, പ്രായപൂർത്തിയായവര്, ആർ ഫേസ്ഡ്, അഭിമുഖീകരിക്കപ്പെടുന്നു വിത്ത് ദ ഡിമാൻഡ് ഓഫ് ദെയർ ഡെവലപ്മെന്റൽ ടാസ്ക്. തന്റെ ഡെവലപ്മെന്റ് ടാസ്ക് ഉണ്ടാവും എല്ലാവർക്കും, അല്ലെ? തന്റെ ഒരു പുരോഗമനം അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള കുറെ ഡിമാൻഡുകൾ, ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഓഫ് ഡെവലപ്മെന്റിലാണ് പ്രോഗ്രസീവ്, അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ചില ലക്ഷ്യങ്ങൾ. ദാറ്റ് ഓഫ് എ കോംപ്ലക്സ് സൊസൈറ്റി, ഈ സങ്കീർണമായ സമാജത്തിൽ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമാജം, നമ്മുടെ സമൂഹം ഒരു കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്നാൽ വൈവിധ്യമാർന്ന കുറേ കോംപ്ലക്സിറ്റി ഉള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ഉള്ള ഒരു
ഒരു സമാജം നമുക്ക് കാണാം. കാരണം വെച്ചാല് ഒരു സമാജത്തിൽ ഒരാൾ ചെയ്യുന്ന പോലെ മറ്റാൾ ചെയ്യണം. ഒരാൾക്ക് പ്രവർത്തിക്കുന്ന പോലെ മറ്റാൾ പ്രവർത്തിക്കണം. ഇങ്ങനെയോ നമ്മള് ഒരു കോംപ്ലക്സ് എന്ന് പറയാറില്ലേ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇതാണ് ഇന്നത്തെ സമാജം എന്ന് പറയുന്നത്. കാരണം ദേ നീഡ് ടു അക്വയർ സ്കിൽ. അവർക്ക് ചില പ്രത്യേക സ്കില്ലുകള്, കഴിവുകള് നേടേണ്ടിയിരിക്കുന്നു. അക്വയർ നേടുക അല്ല, ഓഫ് അഡ്ജസ്റ്റ്മെന്റ്, ക്രമീകരണങ്ങള്, ടു എമേർജ്, പൊന്തി വരാൻ, ഇൻ ടു അഡൾട്ട്ഹുഡ് അല്ലെ. അഡൾട്ട്ഹുഡിലേക്ക് പൊന്തി വരുമ്പോ അവർക്ക് ഒരുപാട് ഡിമാൻഡുകൾ ഉണ്ടായിരിക്കും. അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്, അതായത് ഇത്തരം ഡിമാൻഡുകളെ ബാധിക്കപ്പെടാത്ത രീതിയിൽ, അതായത് പ്രായപൂർത്തിയിലേക്ക് കയറി വരുമ്പോൾ മിക്ക വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണിത് എന്ന് പറയുന്നു. ദേ മീൻ ദ പീപ്പിൾ നീഡ് ടു അക്യൂർ, നേടേണ്ടതായിട്ട് വരുന്നു. സ്കില്ല് എന്ന കഴിവുകൾ. ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്താ? ചില ക്രമീകരണങ്ങൾ. ടു എമേർജ് എന്നാല് ഉയർന്നു വരാൻ അല്ലെ. എങ്ങനെ? മെനി ഡിമാൻഡുകൾ, അവരുടെ കുറെ ഡിമാൻഡുകൾക്ക് അനുസൃതമായി തങ്ങൾ വളർന്നു വലുതായി വരണം എന്ന് അധികം പേരും ആഗ്രഹിക്കുന്നു. ഇഫ് ദ ലാക്ക്, ആ ലക്ഷ്യത്തിൽ അവർക്ക് ലാക്ക് വരികയാണെങ്കിൽ, കമ്മി വരികയാണെങ്കിൽ, കുറവ് വരികയാണെങ്കിൽ, ദി സ്കിൽ, തങ്ങൾ ഇച്ഛിക്കുന്ന സ്കില്ല്, കഴിവ് നേടാൻ കഴിയാതെ അപര്യാപ്തമായി വരികയാണെങ്കിൽ, ഓർ അല്ലെങ്കിൽ ഇഫ് ടു മെനി ഡിമാൻഡ്, ഒരുപാട് ആവശ്യങ്ങൾ കൂടി വരികയാണെങ്കിൽ, ആർ മെയ്ഡ് ഓൺ ദം, ഈ വളർന്നു വരുന്ന ജനങ്ങളില്, അഡൾട്ട്ഹുഡിലേക്ക് വരുന്ന ജനങ്ങൾക്ക്, പ്രായപൂർത്തിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, ഡിമാൻഡുകൾ. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായ കഴിവ് നേടാൻ പറ്റാതെ വരുമ്പോഴോ ഒക്കെയാണ് അവർക്ക് ഈ സ്ട്രെസ് വരിക അല്ലെ. അങ്ങനെ മെയ്ഡ് ഓൺ ദം ദേ ഫെയിൽ. അങ്ങനെ വരുമ്പോൾ അവർ ഫെയിൽ ആവുകയാണ്, പരാജയപ്പെടുകയാണ്. അതായത് തങ്ങളുടെ മനോഗതങ്ങൾക്കനുസരിച്ച്, താൻ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾക്കനുസരിച്ച് ചില പ്രത്യേക കഴിവുകൾ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ ഫെയിൽ ആവുന്നത്, പരാജയപ്പെടുന്നത്. ഫെയിൽ മീൻ പരാജയം. അതുകൊണ്ട് സ്റ്റുഡൻസ് ആർ ആങ്ഷ്യസ്, അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ജിജ്ഞാസയാണ്, ആങ്ഷ്യസ് ആണ്, ഉത്കണ്ഠയാണ്. ആസ് ദേ ആർ വറീഡ്, അവർ വേവലാതിപ്പെടുന്ന പോലെ. എബൌട്ട് ദെയർ വേ, എബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു, തങ്ങൾക്ക് കഴിയുമോ, വെദർ ഒന്നുകിൽ കഴിയുമോ, ദേവർ ഏബിൾ, അവർ കഴിയുമോ, ടു ലിവ് അപ്പ്, ജീവിച്ചു തീർക്കാൻ, ടു ദ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ, ഓഫ് ദിയർ പീർ. പീർ മീൻ അവരുടെ സമപ്രായക്കാര്. ഇവിടെ അർത്ഥം, പീറിന് വേറെ അർത്ഥമുണ്ട്, പ്രഭു എന്നൊക്കെ. ഇവിടെ പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമപ്രായക്കാർ, ചങ്ങാതിമാർ, കൂട്ടുകാരെന്നൊക്കെ. തന്റെ കൂട്ടുകാരുടെ അതേപോലെ ജീവിച്ചു തീർക്കാൻ തനിക്ക് കഴിയുമോ? കാരണം ഇന്ന് അധികം പേര് എക്സ്പെക്ടേഷനിലാണ്, പ്രതീക്ഷയിലാണ്. കാരണം തന്റെ കൂട്ടുകാരന്റെ അതേപോലെ തനിക്കാവണം, സിനിമാ നടിയെ പോലെ തനിക്കാവണം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളുടെ പോലെ തനിക്കാവണം. അപ്പുറത്ത് ആന എമ്പാടൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഉണ്ടായിക്കോണമെന്നില്ല. കാരണം അപ്പൊ ഈ പ്രതീക്ഷകൾ വല്ലാതെ പ്രതീക്ഷിക്കുകയും ആ പ്രതീക്ഷകൾക്ക് അനുസരമായി നമുക്ക് ഉയരാൻ പറ്റാതെ വരുമ്പോഴാണ് അവരാകെ ഡിപ്രസ്, അപ്രസപ്രായി, മാനസികമായി അത് പരാജയത്തിലേക്ക് എത്തിക്കും, അത് ഉറപ്പാണ്. അപ്പോ എബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് എന്ന് ജീവിച്ചു നിൽക്കുക, ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ദിയർ പീർ, പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, തന്റെ സമപ്രായക്കാരുടെയും തന്റെ രക്ഷിതാക്കളുടെയും തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് തനിക്ക് വളർന്നുയർന്നു വരാൻ കഴിയാതെ വരുമോ, അതിനുള്ള കഴിവുകൾ തന്നെ നേടാൻ പറ്റാതെ വരുമോ? ഇതൊക്കെ വരുമ്പോഴാണ് അവർ ആങ്ഷ്യസ് ആവുന്നത്, ജിജ്ഞാസയാവുന്നത്, അവർ ഉത്കണ്ഠയാവുന്നത് അല്ലെ. അപ്പോ ഒരു ആ അതിയായ ആങ്സൈറ്റിയാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത്, മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്റ്റിമൽ ആങ്സൈറ്റി മോട്ടിവേറ്റ് ആൻഡ് കീപ് ദം എഹെഡ് വൈൽ ഓവർ ആങ്സൈറ്റി ഈസ് ഡിസേബിളിംഗ്. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി വേണ്ടാന്നാണോ? ഒരു ഓപ്റ്റിമൽ ആയിരിക്കുന്ന, ഒരു സാമാന്യമായ ആങ്സൈറ്റി, ജിജ്ഞാസ നല്ലത് തന്നെയാണ്. മോട്ടിവേറ്റ് ചെയ്യുള്ളൂ, അത് ചെയ്യേണ്ട കാര്യങ്ങൾ മാനസികമായി പ്രേരിപ്പിക്കുകയുള്ളൂ. ആൻഡ് കീപ് ദം എഹെഡ്, അവരെ മുമ്പോട്ട് പോകാൻ സഹായിക്കും. എഹെഡ് ആണ് മുമ്പോട്ട്. പക്ഷേ വൈൽ അതേസമയം ഓവർ ആങ്സൈറ്റി ആയാലോ, അതിയായ ജിജ്ഞാസ ഉള്ളവരുണ്ടായാലും എന്താ, ചില ഇപ്പൊ ഈ കുട്ടികളൊക്കെ തന്നെ ഉണ്ടാവും, ക്ലാസ് എടുത്തു തുടങ്ങുന്നുണ്ടാവുള്ളൂ, അപ്പൊ ചോദിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ, അതെങ്ങനെ വരും, ഇതെങ്ങനെ വരും, എങ്ങനെ. ഇതിന് ഓവർ ആങ്സൈറ്റി എന്ന് പറയുന്നു. അത് നല്ലൊരു ക്രമേണ പഠിച്ച് മുന്നിലേക്ക് പോവുക. പിന്നെ ക്വസ്റ്റ്യൻ ഇതൊക്കെ പിന്നെയല്ലേ, അത് ഓവർ ആങ്സൈറ്റി എന്നാ പറയുക. അത് അവരെ ഡിസേബിൾ ആക്കും, ഏബിളിന്റെ പകരം. കഴിവുറ്റവരാക്കുന്നതിന് പകരം കഴിവുകേടാക്കി മാറ്റി തീർക്കും എന്ന്. അപ്പോ ഈ കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്ക് ഓവർ ജിജ്ഞാസയാണ് നമ്മുടെ പരാജയത്തിന് കാരണം. ആ പരാജയത്തെ കുറിച്ചുള്ള ചിന്തകൾ കൂടിക്കൂടി വരുമ്പോൾ അവർക്ക് പരാജയത്തിലേക്ക് മൂക്കുകുത്തുകയുള്ളൂ എന്ന്. അപ്പൊ ഇതൊക്കെയാണ് പരീക്ഷയുടെ അടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലായി.
നിങ്ങൾ എന്തിനാ പരീക്ഷയെ ആസ് യൂഷ്വൽ ആയിട്ട് എടുത്താൽ മതി, അതിനെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫ് നോക്കൂ. ആങ്ഷൈറ്റി ഈസ് കണ്ടാജിയസ് ആണ്. അപ്പം ഈ ആങ്ഷൈറ്റി എന്ന് പറയുന്നത് ഒരു സാംക്രമികമാണ്. കണ്ടാജിയസ് എന്ന് പറഞ്ഞാൽ ഒരു എപ്പിഡമിക്, പാർശ്വവ്യാധി പോലെയാണ്. ഒരാൾക്ക് പറ്റിയ മറ്റാൾക്ക് അതേപോലെ പകരും അല്ലെ. ഒരാൾ ജിജ്ഞാസയാണെങ്കിൽ അടുത്ത ആൾ ജിജ്ഞാസയായിരിക്കും. കുട്ടിക്ക് ജിജ്ഞാസയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ജിജ്ഞാസയായിരിക്കും, ടീച്ചർമാർക്ക്. അപ്പം കണ്ടാജിയസ് ആൻഡ് പാസസ്, അത് കടന്നു പോലെ കൈമാറുന്നു ഓൺ ടു അതർ സ്റ്റുഡൻറ്. ഒരു കുട്ടിക്ക് എന്തുണ്ടായാല് ആങ്സൈറ്റി ഉണ്ടായാൽ അത് അടുത്ത കുട്ടിക്കും സാംക്രമികമായിട്ട് പകർന്നു എന്ന് വരാം. മനസ്സിലായല്ലോ? കണ്ടാജിയസ് ആയ സ്റ്റുഡൻറ് ടീച്ചർമാർക്ക് വരും, പാരന്റ്സ് വരും. അപ്പോൾ ഈ വേണ്ടാത്ത വേവലാതിയും മാനസിക സംഘർഷവും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായാൽ അത് അടുത്ത വിദ്യാർത്ഥിക്ക് പടർന്നു വന്നിരിക്കും. അത് ടീച്ചർമാർക്ക് കൊടുക്കും, മാഷന്മാർക്ക് കൊടുക്കും, എല്ലാവർക്കും ഇതൊരു പകർച്ചവ്യാധിയെ പോലെ നിപ്പ പോലെയൊക്കെയായി വരും എന്നാ പറയുന്നത്. അഡോൾസൻസ്, പ്രായപൂർത്തി അവന് വെൻ സ്ട്രെസ്ഡ് ഔട്ട്, നമ്മൾ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ അഡോൾസെന്റ് പ്രായപൂർത്തിയിലെത്തുമ്പോൾ പ്രേരിപ്പിക്കപ്പെടും എവറിത്തിങ് എല്ലാം ആസ് എൻ എമർജൻസി ആയിട്ട്, അടിയന്തരമായിട്ട് ഇപ്പൊ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യണം എന്നൊരു തോന്നൽ പ്രായപൂർത്തിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ അഡ്രിനാലിൻ ഗ്രന്ഥി വേണ്ടാത്ത സ്ട്രെസ് ഹോർമോൺ അതിയായി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളാകെ വിറയലും ജിജ്ഞാസയും ഹൈപ്പർ ടെൻഷനും ലോ ടെൻഷനും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ നമുക്ക് പ്രഷറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ വേണ്ട കുട്ടികളെ, എന്തിനാണ് നിങ്ങൾ കൂടുതലായിട്ട് ഇതിന് അതിയായ ജിജ്ഞാസ ഉണ്ടാക്കുന്നത്? സം ഓഫ് ദ റീസൺ, ചില കാരണങ്ങൾ ഫോർ ഇൻക്രീസ്, വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്. ഈ വർദ്ധിച്ചു വരുന്ന വേറെവർ യു ലുക്ക് എവരിവെയർ ഈസ് സ്ട്രെസ്ഡ്, എവിടെ നോക്കിയാലും അവിടെയൊക്കെ സ്ട്രെസ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു മൃഗത്തിന് പിന്നെ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? BP കൂടാറുണ്ടോ? ഇല്ല. അവര് ഭക്ഷണം കഴിക്കുന്നു, ഏതെങ്കിലും തണലിൽ കിടന്നുറങ്ങുന്നു, പശുക്കളൊക്കെ അല്ലേ. നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഈ പ്രഷറൊക്കെ നമ്മൾ കൂടുന്നതും കുറയുന്നു ഒക്കെ. അപ്പോ സം ഓഫ് ദ റീസൺ, ചില കാരണങ്ങൾ ഫോർ ഇൻക്രീസ്, വർദ്ധിക്കുന്നത്, ഇൻക്രീസ് എന്ന വർദ്ധിക്കുക, ഇൻ സ്ട്രെസ് ലെവല്, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ വർദ്ധിക്കാനുള്ള കാരണം ആർ ഐഡന്റിറ്റി ക്രൈസ് ആണ്, തിരിച്ചറിയൽ പ്രശ്നം. എന്താ ഈ തിരിച്ചറിയൽ പ്രശ്നം? ഐഡന്റിറ്റി, എന്നെ എല്ലാവരും തിരിച്ചറിയണം, ഞാൻ എല്ലാവരുടെയും മുമ്പിലാവണം, ഞാൻ എല്ലാവരുടെയും കേമനാവണം, ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ ഇടില്ലേ. അപ്പോൾ ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നേടുന്നതിനുള്ളായ വെമ്പൽ, അതാണ് വേറൊന്ന് അല്ലേ. ദ നീഡ് ടു മേക്ക്, ആക്കി തീർക്കാൻ, കാരിയർ ഓറിയന്റഡ് ഡിസിഷൻ, അതായത് ഒരു തൊഴിലധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവിടെ ടീച്ചർമാര്, പാരൻസ്, അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മനോഭാവം ആൻഡ് പീർ പ്രഷർ, നിങ്ങളുടെ സമപ്രായക്കാരുടെ സമ്മർദ്ദം, ഇതൊക്കെ ഇതിന് കാരണമാണ്. സമപ്രായക്കാരുടെ സമ്മർദ്ദം, രക്ഷിതാക്കളുടെ, അതുപോലെ ടീച്ചർമാരുടെ ഒക്കെ തൊഴിലധിഷ്ഠിതമായ തീരുമാനങ്ങൾ. ഇപ്പൊ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും പണ്ട് പുരാണങ്ങളൊക്കെ പറഞ്ഞ പോലെ അപ്പൊ തുടങ്ങിയാലോ എന്ന് വരെ പഠനം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ അല്ലേ. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ പ്ലേ സ്കൂളിലൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ടോപ്പ് ആവണം എൻ്റെ കുട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആണ് കയറിയാൽ ഇപ്പൊ ഒരു 6-7 ക്ലാസ്, നമ്മളൊന്നും പഠിക്കുമ്പോൾ 10 അല്ലെങ്കിൽ പഠിക്കുമ്പോഴൊന്നും നമുക്കൊരു ലക്ഷ്യാധിഷ്ഠിതമില്ലായിരുന്നു. തോണി കരയ്ക്ക് പിന്നെ അടുത്താൽ അടുക്കും, അങ്ങനെയുള്ള പോക്കായിരുന്നു. അല്ലാണ്ട് ഇപ്പൊ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, 10ൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവരൊക്കെ പറയും കാരിയർ ഓറിയന്റഡ് ഡിസിഷനാണ് അവർക്ക്. എന്താ തൊഴിലധിഷ്ഠിതം, എന്താ കുട്ടിയെ മോളെ ആഗ്രഹം? എനിക്ക് പഠിച്ച് നീ +2 പോകും സയൻസ് പഠിച്ചിട്ട് അവിടെ പോകും, ഞാൻ എൻട്രൻസ് ചെയ്ത് പോകും ഡോക്ടറായിട്ടോ കുറെ പൈസ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കാരിയർ, അതിനാണ് കാരിയർ ഓറിയന്റഡ് ഡിസിഷൻ. അത് നേടാൻ പറ്റാതെ വരുമ്പോഴും മനസ്സംഘർഷങ്ങളുണ്ട്. പഠിക്കുന്നത് അറിവ് നേടാനാണ്, അല്ലാണ്ട് കാരിയർ ഓറിയന്റഡ് വേണ്ടെന്ന് വെച്ചാൽ വേണം, പക്ഷെ അതന്നെയാണ് മെയിൻ ലക്ഷ്യം എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചാൽ അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഡിപ്രസ് ആയി മാറും, സപ്രസ് ആയി മാറും, മാനസികമായി തളരും. മനസ്സിലാണ് ശരീരം നിൽക്കുന്നത്, ശരീരത്തിലല്ല മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ മനസ്സ് തളർന്നാൽ ആകെ തളരും. ഒരു പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ പോലും എഴുതാൻ പറ്റാതെ വരും. അതൊക്കെ ഒഴിവാക്കിയേക്കൂ. അപ്പോൾ ദ ഇനബിലിറ്റി, കഴിവുകേട്, ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം ചെയ്യാൻ വിത്ത് പാരൻസ്, രക്ഷിതാക്കളും പ്ലേ മേജർ റോൾ. നിങ്ങൾക്ക് ചില കുട്ടികൾക്കുള്ള പ്രശ്നമാണ് തങ്ങളുടെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇനബിലിറ്റിയാണ് കഴിവുകേട്. നമ്മളെല്ലാം രക്ഷിതാക്കളോട് തുറന്നു പറയണം, കാരണം രക്ഷിതാക്കളാണ് നമ്മളാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതും രക്ഷിതാക്കളാണ്. അപ്പം നമ്മളിലായ
ഒരു ഹൈഡ് ബാക്ക് ചെയ്യാതെ, ഒന്നും മറച്ചു വെക്കാതെ, ഒരു സീക്രട്ടും ഇല്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് രക്ഷിതാക്കളോട് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ മാനസിക സംഘർഷങ്ങൾ അതുവഴി ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ 3 പാരഗ്രാഫ് ഓഫ് ദറ്റ് ലെസൺ 7, ഏഴാമത്തെ പാഠത്തിന്റെ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കി വായിക്കുക എന്നുള്ള പാസേജ് ആണ്. വലിയൊരു വ്യാഖ്യാനത്തിനൊന്നും പോയിട്ടില്ല, സിമ്പിൾ ഒരർത്ഥം പറഞ്ഞാൽ അങ്ങനെ പോയിട്ടുള്ളൂ. ഇനി അതിനെ ബേസ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് അതിന്റെ അടുത്ത ഭാഗത്ത് ഉണ്ടാവുക. അപ്പോ ഈ പാഠത്തിന്റെ അടുത്ത ഭാഗം നമ്മുടെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്താൽ NISയുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ഒരു പക്ഷേ പാഠങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലിന്റെ വിജയത്തിനായി നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ NISയുമായി ബന്ധപ്പെട്ട ഒരുപാട് സേവനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേമാതിരി അസൈൻമെന്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം ഇനിയിപ്പോൾ അസൈൻമെന്റ് ഹാജരാക്കുന്ന സമയത്ത് നമ്മൾ അസൈൻമെന്റുകൾ ചെയ്ത് കൊടുക്കുക, ആവശ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ട അസൈൻമെന്റുകൾ നമ്മൾ റെഡിമെയ്ഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതേമാതിരി പുതിയതായിട്ട് NIS രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പറയാം, PVN ഗ്ലോബൽ രജിസ്റ്റർ ചെയ്താൽ ഒരു ടെൻഷനും ഇല്ല. ക്ലാസ്സുകളും കാര്യങ്ങളും നോട്ടുകളും ഒക്കെ യഥാവിധി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. Goodbye.